തീക്കോയ് വാഗമൺ റോഡിൽ ജീപ്പ് ലോറിയിലിടിച്ച് 2 പേർക്ക് പരിക്ക്. കല്ലത്തിന് സമീപം 4 മണിയോടെയാണ് അപകടമുണ്ടായത്. ആറ്റിങ്ങൽ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബെല്ലോറ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. നായ കുറുകെ ചാടിയതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. നിയന്ത്രണം നഷ്ടമായ ജീപ്പ് എതിർവശത്ത് പാർക്ക് ചെയ്തിരുന്ന ചരക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ലോറിയുടെ ഡീസൽ ടാങ്കിന് സമീപത്താണ് വാഹനം ഇടിച്ചു കയറിയത്. അപകടത്തെ തുടർന്ന് ജീപ്പിന്റെ എയർ ബാഗുകൾ പുറത്തുവന്നു. വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീക്കും കുട്ടിക്കും പരിക്കേറ്റു. ഇവരെ ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരകച്ചാലിന് സമീപം തോട്ടേക്കാട് മാടത്താനി ഭാഗത്ത് ജലനിധിയുടെ ഗോഡൌണിൽ CCTV സ്ഥാപിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് യുവാവ് മരിച്ചു. പാലാ മുരിക്കുംപുഴ ചൂരക്കാട്ട് നന്ദകുമാറിന്റെയും രമയുടെയും മകൻ CN അർജുനാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് 6:30ഓടെയായിരുന്നു അപകടം. ഉടൻ തന്നെ കറുകച്ചാലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പാലാ CK ഓട്ടോമോഷൻ സ്ഥാപന ഉടമയായിരുന്നു അർജുൻ. വാകത്താനം പോലീസെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകിട്ട് 4-ന് പാലായിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭിന്നശേഷിക്കാർക്ക് സുഗമമായി പ്രവേശിക്കുന്നതിനായി റാമ്പ് സ്ഥാപിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ക്ഷേത്രത്തിൽ ഇത്തരം സൗകര്യം ഏർപ്പെടുത്തുന്നത്. ദേവസ്വം മന്ത്രി VN വാസവൻ രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള സ്റ്റേജിനോട് ചേർന്ന കവാടത്തിലും കൃഷ്ണകോവിലിലുമാണ് റാമ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ ഭക്തർക്ക് ഇനി മുതൽ 7:30 പൊന്നാന ദർശനം നേരിൽ കാണാനും ക്ഷേത്ര മതിൽക്കകത്തെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കാനും സാധിക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നിവേദനത്തെ തുടർന്നാണ് റാമ്പ് സൗകര്യമൊരുക്കിയത്. ഭിന്നശേഷിക്കാരായ ഗൗരി, പത്മകുമാർ എന്നിവരെ റാമ്പിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചു. ഏറ്റുമാനൂരപ്പന്റെ കുടിമരച്ചുവെട്ടിലെത്തി തൊഴാൻ അവസരം നൽകിയ മന്ത്രിയോടുള്ള നന്ദിയും ഗൗരിയും പത്മകുമാറും അറിയിച്ചു. ഭിന്നശേഷിക്കാർക്ക് 7:30 പൊന്നാന ദർശനം നടത്തുന്നതിന് പ്രത്യേക ദർശന സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഉപദേശക സമിതി അറിയിച്ചു. നിശ്ചയമായും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ഏതാണ്ടൊരു 225 ലക്ഷത്തോളം രൂപ നമ്മളിപ്പോൾ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി മുടക്കിക്കഴിഞ്ഞു. ഇതിലേറ്റവും മനസ്സിന് സുഖം തന്ന ഒരു പ്രവർത്തനമാണ് ഭിന്നശേഷിക്കാർക്ക് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുമ്പിലുള്ള തൊഴാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒരു റാമ്പ് ഉണ്ടാക്കുകയായിരുന്നു. ഒരിക്കലിവിടെ വന്നപ്പോൾ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ നൽകിയൊരു നിവേദനമാണ് വളരെ പെട്ടെന്ന് ഇത് ചെയ്യണമെന്ന് തോന്നലേക്ക് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ആവശ്യമായ നിർദ്ദേശം കൊടുത്തു, അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇതിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാവരെയും പോലെ ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം സഞ്ചാരമാക്കി അവരുടെ സമൃദ്ധി എൻ്റെ സമൃദ്ധിയായി ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. മന്ത്രി VN വാസവൻ സാർ ഇത് ഒരുക്കി തന്നതിൽ, ഇത്രയും വേഗം ഒരുക്കി തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ ഇവിടെ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെയൊന്ന് വന്ന് തൊഴാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം സാധിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. തലോലപ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിലിടിച്ച് തകർന്നു. അപകടത്തിൽപ്പെട്ട യാത്രക്കാരെ ഫയർഫോഴ്സ് കാർ വെട്ടിപ്പൊളിച്ചാണ് രക്ഷപ്പെടുത്തിയത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വടകര ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത്. അരയിൻകാവ് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ എഞ്ചിൻ വേർപെട്ട് പോയി. മരത്തിലും റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ മതിലിലും കാർ ഇടിച്ചു. കാറിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു. കാർ യാത്രികരെ പുതിയ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. കടയിലെ പുള്ളിയുണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ
മീനച്ചിൽ താലൂക്കിൽ ഇന്നലെ തലനാട്, മേലടുക്കം, പാതാമ്പുഴ, തിടനാട്, അടിവാരം, തീക്കോയ് എന്നീ മലയോര മേഖലകളിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടു. പ്രാദേശിക മഴ മാപിനികളിൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തി. 100 മില്ലിമീറ്റർ അധികം മഴ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലനാട് പഞ്ചായത്തിൽ 130 മില്ലിമീറ്റർ അധികം മഴയുണ്ടായി. തീക്കോയ്, മംഗളഗിരി, ഏരിയാറ്റുപാറ, ഇലുപ്പിങ്കൽ തങ്കച്ചന്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വീടിന്റെ ഒരു ഭിത്തി തകർന്നു. സംഭവ സമയത്ത് മണ്ണിടിഞ്ഞു വീണ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇവരെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റി. തലനാട് മേലടുക്കം വാർഡ് മെമ്പർ ഷാജി കുന്നലിന്റെ വീടിന്റെ മുകളിലേക്ക് കരിങ്കൽ കെട്ടിടിഞ്ഞു വീണു. വീടിന് നാശനഷ്ടമുണ്ടായി. വീട്ടിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. രാമപുരം നാലമ്പലങ്ങളിൽ നേരിട്ടെത്തി വിശകലനം ചെയ്ത മന്ത്രി റോഷി അഗസ്റ്റിൻ. തിരക്ക് വർദ്ധിച്ചു വരുന്ന രാമപുരത്തെ നാലമ്പലങ്ങളിൽ ഈ കഴിഞ്ഞ ശനിയും ഞായറും അത്യപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുന്നതിനും മറ്റുമായി റോഷി അഗസ്റ്റിൻ നേരിട്ടെത്തി ക്ഷേത്ര ഭാരവാഹികളുമായി സംസാരിച്ചു. ആവശ്യത്തിന് പോലീസ് സേനയുടെ കുറവും ട്രാഫിക്കിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷനും നാട്ടിൽ തിരികെ എത്തിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്ന് കേരള പ്രവാസി സംഘം മല്ലപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പും ജീവിത നിലവാരത്തിലെ ഉയർച്ചയിലും പ്രവാസി മലയാളികൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. മല്ലപ്പള്ളി CMS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ പ്രവാസികൾക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാസി ക്ഷേമനിധി, നോർക്ക റൂട്ട്സ്, ലോക കേരള സഭ തുടങ്ങിയ മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി പ്രവാസികൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന സംസ്ഥാന സർക്കാരിന് കൂടുതൽ കരുത്ത് നൽകേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമയാണെന്നും ശ്രീകൃഷ്ണപിള്ള പറഞ്ഞു. നിതാന്തമായ ജാഗ്രതയുടെയും ഫലമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്തരത്തിൽ ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കുവാനും അത് എല്ലാ കരങ്ങൾ പ്രവാസികളുടെ കരങ്ങളിൽ എത്തിക്കുവാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ 22 വർഷക്കാലത്തെ ഈ സംഘടനയുടെ ഏറ്റവും വലിയ അഭിമാനം. പെൻഷൻ മാത്രമല്ല, നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. എനിക്ക് തോന്നി കഴിഞ്ഞ ഇന്നലെ ഇടുക്കിയിൽ അതിൻ്റെ അദാലത്തുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും ഇപ്പോൾ അദാലത്ത് വെക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം പദ്ധതി പ്രകാരം ഏതെങ്കിലും ഒരു പ്രവാസി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ചികിത്സാ സഹായത്തിൽ 50,000 രൂപ വരെയാണ്. ഹാർട്ട് അറ്റാക്ക് പോലുള്ള, ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾ 50,000 രൂപയാണ് ഒരു പ്രവാസിക്ക് സ്വാതന്ത്ര്യ പദ്ധതി പ്രകാരം ചികിത്സാ സഹായം കിട്ടുന്നത്. പ്രവാസി സംഘം മല്ലപ്പള്ളി ഏരിയ പ്രസിഡന്റ് സ്കറിയ ജോൺ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി രഘുനാഥ് ഇടത്തിട്ട സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി നജീബ് കോട്ടാങ്ങൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പീറ്റർ മാത്യു, ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സുരേഷ് പരുമല, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി സജിത സ്കറിയ, വർഗീസ് കുഴുവേലിൽ, മനീഷ് കുഴുവേലിൽ, ബിനു കുറിച്ചിയിൽ എന്നിവർ പ്രസംഗിച്ചു. സ്കറിയ ജോൺ പ്രസിഡന്റ്, വർഗീസ് കുഴുവേലിൽ സെക്രട്ടറി, ബിനോജ് എബ്രഹാം ട്രഷറർ എന്നിവരുൾപ്പെടെ 21 അംഗ ഏരിയ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ ദ്വിശതാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ നിന്നും പുത്തൻപള്ളിയിലേക്ക് ടൗൺ ചുറ്റി നടത്തിയ വിളംബര റാലിയിൽ 100 കണക്കിന് ഇടവകാംഗങ്ങൾ പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസ് പിതൃവേദി, മാതൃവേദി, SMYM, വിൻസെന്റ് ഡി പോൾ കൂട്ടായ്മ ലീഡേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വിളംബര റാലി ശനിയാഴ്ച വൈകുന്നേരം കത്തീഡ്രൽ വികാരി ഫാദർ കുര്യൻ താമശ്ശേരി ഫ്ലാഗ് ഓഫ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി ടൗൺ ചുറ്റി റാലി കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു. ഫാദർ കുര്യൻ താമശ്ശേരി ജൂബിലി പതാക ഉയർത്തി. തുടർന്ന് ഇടവകയിലെ 200 ഗായകർ ചേർന്ന കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ ജൂബിലി ഗാനം ആലപിച്ചു. തുടർന്ന് ബാൻഡുമേളവും ചെണ്ടമേളവും സ്നേഹവിരുന്നും നടത്തി. കത്തീഡ്രൽ വികാരി ഫാദർ കുര്യൻ താമശ്ശേരി, ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ, ഫാദർ തോമസ് മുളങ്ങാശ്ശേരി, കൈക്കാരന്മാരായ KC ഡൊമിനിക് കരിപ്പാപ്പറമ്പിൽ, എബ്രഹാം K. അലക്സ് കൊല്ലംകുളം, TC ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ആമുഖമേകാം മംഗളമരുളാം പ്രാർത്ഥനാ പൂവുകൾ അർപ്പിച്ചിടാം. ആമുഖമേകാം മംഗളമരുളാം പ്രാർത്ഥനാ പൂവുകൾ അർപ്പിച്ചിടാം. ആമുഖമേകാം മംഗളമരുളാം പ്രാർത്ഥനാ പൂവുകൾ അർപ്പിച്ചിടാം. നമ്മൾ കത്തിച്ചിടാം, നമ്മൾ കത്തിച്ചിടാം, നമ്മൾ കത്തിച്ചിടാം. രാമപുരത്തെ നാലമ്പലങ്ങളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ നിന്നും ഫണ്ട് അനുവദിക്കുന്നതിന് അടിയന്തര ശ്രമങ്ങൾ നടത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി പ്രവർത്തകരോടും ജനപ്രതിനിധികളോടുമൊപ്പം നാലമ്പലങ്ങളിൽ സന്ദർശനം നടത്തുകയായിരുന്നു എം പി. രാവിലെ 8 മണിക്ക് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയ ഫ്രാൻസിസ് ജോർജ് തുടർന്ന് മറ്റ് 3 ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തിയാണ് മടങ്ങിയത്. ക്ഷേത്രങ്ങളിലെത്തിയ എം പിയെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് AR ബുദ്ധൻ, പ്രൗൺ അമനകര, പ്രദീപ് നമ്പൂതിരി, ശ്രീകുമാർ കൂടപ്പുലം, ഉണ്ണികൃഷ്ണൻ, സോമനാഥൻ നായർ, അക്ഷയ, PP നിർമ്മലൻ, സലിപുലിക്കുന്നിൽ, വിഷ്ണു കൊണ്ടുമറുക ഇല്ലം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ, പുതിയിടത്തുചാലിൽ KK ശാന്താറാം, ജോഷി കുമ്പളത്ത്, തോമസ് ഉഴുന്നാലിൽ, ജോർജ് പുളിങ്കാട് മത്തച്ചൻ, പുതിയിടത്തുചാലിൽ CG വിജയകുമാർ ചിറയ്ക്കൽ, രാജപ്പൻ പുത്തിയൻമലയിൽ, നോയൽ ലൂക്ക്, ജോമോൻ ശാസ്താംപടിയിൽ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. രാമപുരത്ത് ഈ നാലമ്പല ദർശനം നടക്കുന്ന ഈ അവസരത്തിൽ ശ്രീരാമ സഹോദരങ്ങളുടെ ആ ഓർമ്മ, പുണ്യമായ ഓർമ്മ പുതുക്കുന്ന ഒരു അവസരം കൂടിയാണ്. 4 സഹോദരങ്ങളുടെയും പേരിലുള്ള ഈ 4 അമ്പലങ്ങളിൽ 10,000-കണക്കിന് വിശ്വാസികളാണ്, ഭക്തരാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഈ അവസരത്തിൽ രാമപുരത്തേക്ക് എത്തുന്നത്. ഇവിടെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ വർഷം തോറും ഭക്തജനങ്ങളുടെ തിരക്ക് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ വാഹനങ്ങൾ വരാനും പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ ഈ ദർശനം നടത്താനുമുള്ള സൗകര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുമായിട്ട് ചർച്ച ചെയ്തത്. ബഹുമാനപ്പെട്ട MLA ശ്രീ മാണി സി കാപ്പൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയിരുന്നു, ഇവിടെ വന്നിരുന്നു, ക്ഷേത്ര ഭാരവാഹികളുമായി ചർച്ച ചെയ്തിരുന്നു. ഞാനും അദ്ദേഹവും കൂടി കേന്ദ്ര ടൂറിസം മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്ര ടൂറിസത്തിൻ്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി, പിൽഗ്രിം ടൂറിസം എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ വേണ്ട സാമ്പത്തിക സഹായം നൽകി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. രാമപുരത്തെ നാലമ്പലങ്ങൾക്കായി മനോജ് പണിക്കർ സംവിധാനം ചെയ്ത് ഹരി കല്ലമ്പള്ളി എഴുതി ജിൻസ് ഗോപിനാഥ് സംഗീതം നൽകി ആലപിച്ച നാലമ്പല നാദം എന്ന മ്യൂസിക്കൽ വീഡിയോയുടെ പ്രകാശനവും ആദ്യ പ്രദർശനവും പാലാ MLA മാണി സി കാപ്പൻ നിർവഹിച്ചു. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ഭാരവാഹി പ്രദീപ് നമ്പൂതിരി, ബുദ്ധൻ, രഘു, രമേശ് എന്നിവർ സാന്നിധ്യം വഹിച്ചു. 4 ക്ഷേത്രങ്ങളുടെയും പ്രാധാന്യം ഉൾപ്പെടുത്തിയാണ് വരികൾ ചിട്ടപ്പെടുത്തിയത്. അതിമനോഹരമായ സംഗീതം ഇതിന് ഇമ്പമേകിയിട്ടുണ്ട്. രാമപുരത്തെ നാലമ്പലങ്ങൾക്കായി മനോജ് പണിക്കർ സംവിധാനം ചെയ്യുന്ന 4ാമത്തെ വീഡിയോയാണിത്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഹരീഷ് ആർ കൃഷ്ണയാണ്. എഡിറ്റിംഗ് അരുൺ P കൃഷ്ണൻ. നിർമ്മാണം ഹരി കല്ലമ്പള്ളി, മനോജ് അശോക് കുമാർ. നാലമ്പലനാദം യൂട്യൂബിലും ലഭ്യമാണ്. ഇത് 4ാമതാണ് നാലമ്പലനാദം. ഇതിൻ്റെ മ്യൂസിക്കും പാടിയതും ജിൻസ് ഗോപിനാഥാണ്. ഏഷ്യാനെറ്റ് മത്സരങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയ മഹാവ്യക്തിത്വമാണ്. രാമപുരത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്. ക്യാമറ ചെയ്ത് ഹരീഷ് കൃഷ്ണയാണ്. ലിറിക്സ് ചെയ്തിരിക്കുന്ന ഹരി കല്ലപ്പള്ളിയിലാണ്. ഇതിൻ്റെ സംവിധാനം മനോജ് പണിക്കരാണ് ചെയ്തിരിക്കുന്നത്. ഈ കാസറ്റ് വൻ വിജയമാകട്ടെ എന്നും ഇതിന് വലിയ പ്രാധാന്യം കിട്ടുമെന്നും വലിയ പ്രചരണം കിട്ടട്ടെ എന്നും ആത്മാർത്ഥമായ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ്. പിറവം നിയോജക മണ്ഡലത്തിലെ ഓലിയപ്പുറം നടക്കാവ് പൊതുമരാമത്ത് റോഡിലെ അപകടാവസ്ഥയിലുള്ള വാളിയപ്പാടം പാലം പുതുക്കിപ്പണിയുന്നതിന് 40 ലക്ഷം രൂപയുടെയും പൈങ്ങാരപ്പിള്ളി പുളിക്കമാലി തുപ്പുംപടി റോഡിലെ കലുങ്കിന്റെ പുനർനിർമ്മാണത്തിനായി 15 ലക്ഷം രൂപയുടെയും ഭരണാനുമതി ലഭിച്ചു.
അനൂപ് ജേക്കബ് MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചത്. ടെക്നിക്കൽ സാക്ഷ്യം ലഭിക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് അനൂപ് ജേക്കബ് MLA അറിയിച്ചു. കുറുപ്പന്തറ ജംഗ്ഷനിൽ റോഡിലെ ടാറിംഗ് ഇളകി മാറി കുഴികൾ രൂപപ്പെട്ടു. പലയിടങ്ങളിലായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര വാഹനയാത്രക്കാർക്ക് അപകടം സൃഷ്ടിക്കുന്നു. 4 റോഡുകൾ വന്നു ചേരുന്ന ഈ ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥ വ്യാപാരികളെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. എത്രയും വേഗം റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. കുറുപ്പന്തറ കവലയിൽ നിന്ന് കുറവലങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ പ്രവേശന കവാടത്തിലാണ് യാത്രാ ദുരിതമേറുന്നത്. ഇവിടെ റോഡ് പൂർണ്ണമായും തകർന്ന് ചെറിയ കുഴികൾ നിറഞ്ഞിരിക്കുകയാണ്. ജംഗ്ഷനിലെ കുരിശുപള്ളിയുടെ മുൻഭാഗത്തും റോഡ് താഴ്ന്ന അവസ്ഥയാണ്. മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടും. ജംഗ്ഷന്റെ മധ്യഭാഗത്തുള്ള വലിയ കുഴി അപകടക്കെണിയൊരുക്കി വാഹനയാത്രക്കാർക്ക് ഭീഷണിയായിട്ടുമുണ്ട്. ഡ്രൈവർമാർ കുഴി വെട്ടിച്ചു മാറ്റുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കോട്ടയം ഭാഗത്തേക്ക് ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്ത് റോഡ് തകർന്ന് മെറ്റൽ കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നത് യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. പിറവം ആരകുന്നത്ത് ബൈക്കിന് പിന്നിൽ സ്കൂൾ ബസ് ഇടിച്ച് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മുളന്തുരുത്തി കാരിക്കോട് കള്ളാച്ചിയിൽ ജോർജാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു ആരക്കുന്നം കടക്കാവളവിൽ അപകടമുണ്ടായത്. തൊടുപുഴയിലെ ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്നു ജോർജിന്റെ ബൈക്കിന് പിന്നിൽ സ്കൂളിലെ ബസ് ഇടിക്കുകയായിരുന്നു. പിറവത്ത് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് വളവിൽ തെറ്റായ ദിശയിൽ കയറി വന്നപ്പോൾ ജോർജിന് മുന്നിൽ സഞ്ചരിച്ചിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും ഒപ്പം ജോർജും വാഹനം നിർത്തിയപ്പോൾ സ്കൂൾ ബസ് ബൈക്കിന് പിന്നിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ജോർജിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നാട്ടുകാരുടെ കാത്തിരിപ്പിന് വിരാമമായി. അന്തിനാട് പള്ളിക്ക് മുമ്പിൽ പുതിയതായി നിർമ്മിച്ച പാലം മാണി കാപ്പൻ MLA പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കാലവർഷക്കെടുതിയിൽ തകർന്ന പാലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുനർനിർമ്മിച്ചത്. പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്നും 200 മീറ്റർ മാറി അന്തിനാട് പള്ളിക്ക് മുൻവശം അന്ത്യാളം റോഡിലാണ് പുതിയ പാലം. ഈ റോഡിൽ അന്തിനാട് പള്ളി മുതൽ താമരമുക്ക് വരെയുള്ള ഭാഗം ഗതാഗത യോഗ്യമാക്കാൻ 10 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മാണി കാപ്പൻ MLA വ്യക്തമാക്കി. സമ്മേളനത്തിൽ കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസിയ രാമൻ അധ്യക്ഷത വഹിച്ചു. പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഴയപ്പറമ്പിൽ, വാർഡ് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ, ഇഗ്നേഷ് തയ്യിൽ, CJ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷേ തടസ്സം തിരുവനന്തപുരത്തുണ്ടായി. ഏത് തോടും കുറുകെ പാലം പണിയണമെങ്കിൽ മൈനർ ഇറിഗേഷൻ്റെ ഒരു NOC തടഞ്ഞു വെച്ച് താമസിപ്പിച്ചു. പാർലമെന്റ് ഇലക്ഷൻ വന്നു. അപ്പം പിന്നെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു. പണികൾ നടത്താൻ കഴിയാതെ വന്നു. അതിനുശേഷം NOC ഇതിൽ നിന്ന് വിധമായി മേടിച്ച് ആണ് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. ഒരു കാര്യം കൂടെ സന്തോഷപൂർവ്വം പറഞ്ഞോട്ടെ, ഇവിടുന്ന് താമരമുക്കിലുള്ള റോഡിന് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് കോൺക്രീറ്റ് ചെയ്തു. വെള്ളൂർ ഇറമ്പയം പെരുന്തട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം ക്ഷേത്ര മേൽശാന്തി ചെമ്മനത്തുകര ഷിബു ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. രാവിലെ ആരംഭിച്ച ഹോമം 11 മണിയോടെ സമാപിച്ചു. 100 കണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സർവതോന്മുഖ ആകാശനിർവിയൂപച്ഛദ്നിവാദീയവശദ്ഭഗായുരമ്യസ്തവിതാരവിഹി തുഷങ്കസ്തവിധാതാചമാന്താധാഭൂതഭാവന ത്രിപുർവർണ്ണവിഭാവീക സർവകാമഗുണാവഹ പത്മനാഭോ മഹാഗർഭചന്ദ്രവക്ത്രോ അനിലോനലാ ക്ഷോ ബീജകർത്ത ആധ്യാത്മാനുഗതോ ബലഃ ഇതിഹാസസങ്കൽപ്പശ്ച ഗൗതമാഘനിശാകരാ ഏമോ ഹൈമകരോ യജ്ഞഃ സർവധാരികരോത്തമഃ. അജിത് ബേബിയുടെ വോയിസ് ഓഫ് ഫാദർ മ്യൂസിക് പ്രൊഡക്ഷന്റെ ബാനറിൽ ജോൺ കിഴക്കൻ നിർമ്മിച്ച ദിവ്യകാരുണ്യ സ്വീകരണ ഗാനം ഈശോ ഇദ അൾത്താരയിൽ പുറത്തിറങ്ങി. അജിത് ബേബിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ജോമിയ ജോസ് ആണ്. ഡെനി ഡെൻസിൽ ഫെർണാണ്ടസ് ആണ് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. വീഡിയോ എഡിറ്റിംഗ് അരുൺ ബേബി, ഡിസൈൻ ഷെറിൻ, മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് ജിൻഡോ ജോൺ. ഗാനം ആലപിച്ചിരിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 9 ഫെയിം ശ്രീരാഗ് ഭരതനും അരോമ ലിനീഷുമാണ്.
ഈശോ ഇതാ അൾത്താരയിൽ എനിക്കായി മുറിയുന്നിതാ. ഈശോ ഇതാ അൾത്താരയിൽ എനിക്കായി മുറിയുന്നിതാ. അലിവോടെ ഇന്നകതാരിലലിയാൻ അണയുന്നു കുർബാനയായി. കടുത്തുരുത്തി ഞീഴൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിലെ കൈത്തോട്ടിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. കുറവിലങ്ങാട് കോഴ കാട്ടിക്കാനിയിൽ ഷാജിയുടെ മൃതദേഹമാണ് തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഞീഴൂർ ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഭയ കേന്ദ്രത്തിലെ അന്തേവാസിയായിരുന്നു ഷാജി. 4 ദിവസം മുമ്പ് രാവിലെ ചായ കുടിക്കാൻ എത്താതിരുന്ന ഷാജിയെ അന്വേഷിച്ചിട്ട് കാണാതായതിനാൽ അന്നു തന്നെ കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകിയതായി ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ജോസ് പ്രകാശ് ദൃശ്യ ന്യൂസിനോട് പറഞ്ഞു. കടുത്തുരുത്തി ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ സ്ഥലത്തെത്തി ബോഡി പുറത്തെടുത്തിരുന്നു. കടുത്തുരുത്തി പോലീസ് തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഈ 12/6/2024 ബാബു പ്ലാച്ചാനി ഒരു ബന്ധുവാണ് അദ്ദേഹത്തിൻ്റെ ഷാജി കേക്കറി ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഒരു 4-5 ദിവസം മുമ്പ്, അതായത് ഇദ്ദേഹത്തിന് മുടി വെട്ടണമെന്ന് പറഞ്ഞു. ആൾക്കാരെ കൊണ്ടുവന്നു മുടി വെട്ടിപ്പിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു. കൃത്യമായ രീതിയിൽ മരുന്നുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാണാതായപ്പം ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്കാണ് എന്നെ വിളിച്ചു പറയുന്നത്, ഷാജി ചായ കുടിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരൊരു പക്ഷേങ്കിൽ ഇവിടെ അമ്പലത്തിൽ പോകാറുണ്ട്, അമ്പലത്തിൽ പോയതായിരിക്കും എന്ന് പറഞ്ഞു. അമ്പലത്തിൽ ചെന്ന് നോക്കിയിട്ട് അമ്പലത്തിൽ കാണാൻ വന്നപ്പോൾ ഇവിടെ മുതൽ ഞങ്ങൾ ഒന്ന് നോക്കി, കാണാതായി. അപ്പോൾ ഒരു 10 മണിയോട് കൂടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറഞ്ഞു. അതിന് ശേഷം FIR ഇടിച്ചു. വീണ്ടും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു സുഹൃത്താണ് വിളിച്ചു പറയുന്നത്, പിന്നെ ഒരു ബോഡി കണ്ടിട്ടുണ്ട്, വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, എൻ്റെ വൈഫിനെ കൊണ്ട് തിരുമിക്കാൻ പോയിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ തിരിച്ചു വന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല അവർ തന്നെയാണ്. ഞാനിപ്പോൾ ഉണ്ടായ സംഭവം ബാക്കി എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.